നമസ്കാരം. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് കുറ്റമുക്തനാക്കപ്പെട്ടതോടെ ആഘോഷത്തിലാണ് അദ്ദേഹത്തിന്റെ ആരാധകർ. നടിയെ ആക്രമിച്ച കേസിൽ 8ാം പ്രതിയായിരുന്ന ദിലീപിനെ എറണാകുളം സെഷൻസ് കോടതി കുറ്റമുക്തനാക്കി വിധി പ്രസ്താവിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് മാധ്യമങ്ങളിൽ നിറയുന്നത്. രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായുള്ള കൊട്ടേഷൻ പീഡനം എന്ന കുറ്റം ആരോപിക്കപ്പെട്ട് 85 ദിവസത്തോളമാണ് ദിലീപ് ജയിലിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടനും സംവിധായകനുമായ ലാൽ പറഞ്ഞ പല കാര്യങ്ങളും വ്യക്തതയില്ലെന്നും കൺഫ്യൂഷനാണ് കൂടുതൽ ഉണ്ടാകുന്നതെന്നും ബിഗ് ബോസ് താരവും റിയാക്ഷൻ വീഡിയോകളിലൂടെ ശ്രദ്ധേയനുമായ യൂട്യൂബർ സായി കൃഷ്ണ ഇപ്പോൾ പറയുന്ന വാക്കുകളാണ് ചർച്ചയാകുന്നത്. മുമ്പും പല നടിമാർക്ക് നേരെയും പൾസർ സുനിയുടെ ഇത്തരം പ്രവൃത്തികൾ ഉണ്ടായിട്ടുണ്ടെന്നും അയാളുടെ ചരിത്രം അതാണ് പറയുന്നതെന്നും പഴയ വീഡിയോ ക്ലിപ്പുകൾ വാർത്തകളും വെച്ച് സംസാരിക്കവേ സായി കൃഷ്ണ പറഞ്ഞു. ഈ കേസ് ഇത്രമേൽ കുഴഞ്ഞു മറിഞ്ഞത് പോലീസ് കാരണമാണെന്ന് സായി പറയുന്നു. പുറത്തിറങ്ങിയ ശേഷം ദിലീപ് ആദ്യം എടുത്തു പറഞ്ഞത് മഞ്ജുവാരുടെ പേരാണ്. ഒപ്പം IGP സന്ധ്യയുടെ പേരും ദിലീപ് പറഞ്ഞു. ദിലീപിന് മനഃപൂർവ്വം ആരൊക്കെയോ കുടുക്കിയെന്ന ആഖ്യാനം ഇപ്പോൾ ഒരുപാട് നമ്മൾ കേൾക്കുന്നുണ്ട്. തുടക്കം മുതൽ ഇങ്ങനൊരു സംഭവം ഉണ്ടോ എന്നത് പരിശോധിക്കണം. എനിക്കുണ്ടായ തോന്നലുകൾ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. മഞ്ജു വാര്യരും രമ്യ നമ്പീശനും സംവിധായകൻ ശ്രീകുമാർ മേനോനും കൂടി ദിലീപിനെ ചതിക്കാൻ ഒരുക്കിയ കെണിയാണിത്. പ്രതിഫലമായി മഞ്ജുവിന് മുംബൈയിൽ ഫ്ളാറ്റ് കിട്ടിയെന്നാണ് വർഷങ്ങൾക്ക് മുമ്പ് 2ാം പ്രതി മാർട്ടിൻ മാധ്യമങ്ങളോട് സംസാരിക്കവേ പറഞ്ഞത്. ജാമ്യം കിട്ടി പുറത്തിറങ്ങിയപ്പോഴും ഇതേ കാര്യം വിശദീകരിച്ച് മാർട്ടിൻ പറഞ്ഞിരുന്നു. ശ്രീജിത്ത് പെരുമന അത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇരയെ ലാലിന്റെ വീട്ടിൽ കൊണ്ടുപോയി ഇറക്കിവിട്ടതും അവിടെ നിന്ന് ലാൽ പിടിച്ച് പോലീസിന് കൊടുത്തതും ഇതേ മാർട്ടിനെ തന്നെയാണ്. പൾസർ സുനി ഒരുപാട് കേസിൽ പ്രതിയാണ്. മാത്രമല്ല പൾസർ സുനി മുമ്പും ഇതുപോലെ ആളുകളെ തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിച്ചിട്ടുണ്ട്. പൾസർ സുനിയിൽ നിന്ന് സമാനമായ അനുഭവങ്ങളുള്ള നടിമാർ സിനിമാ മേഖലയിലുണ്ട്. പക്ഷെ അവരാരും തുറന്നു പറഞ്ഞില്ല, കേസ് കൊടുത്തില്ല. ഇതറിയാവുന്ന സിനിമാക്കാരും പോലീസുകാരുമുണ്ട്. സെറ്റിലൊക്കെ നല്ലവനായ ഉണ്ണിയായിരുന്നു പൾസർ സുനി. പക്ക ഫ്രോഡാണ്. ഭീഷണിപ്പെടുത്തി കാശ് അടിച്ചു മാറ്റാറുണ്ട്. ഇതുപോലെ ഒരു ചരിത്രമുള്ളവന് നടിയെ ആക്രമിച്ച കേസിൽ പ്രത്യേകിച്ച് ഒരു കൊട്ടേഷൻ ആവശ്യമില്ലെന്ന ആംഗിൾ കൂടി ഇതിലുണ്ട്. അതുകൊണ്ടാകും നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ ഗൂഢാലോചന എന്ന സംഭവം തള്ളിപ്പോയത്. കേസുകൾ പുത്തിരിയില്ലെന്ന് സുനി ഒരു മാധ്യമത്തിൽ സംസാരിക്കവേ പറയുന്നുണ്ട്. ഇവൻ ലക്ഷ്യയിൽ പോയതിൽ പോലും ഒരു മിസ്റ്ററിയുണ്ട്. പൾസർ സുനിയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും മീഡിയ അടക്കം മിസ് ചെയ്തിരിക്കുന്നു. ഈ കേസ് അവിയൽ പരുവത്തിൽ കുഴഞ്ഞിരിക്കാൻ ഏക കാരണം പോലീസാണ്. അതുപോലെ ലാൽ അന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ കൺഫ്യൂസിംഗ് ആയിരുന്നു. ലഹരി ഉപയോഗിച്ച് വന്നവർ നിനക്കെതിരെ കൊട്ടേഷൻ തന്നത് ഒരു മാഡമാണെന്ന് ലേഡിയോട് പറയേണ്ട ആവശ്യമുണ്ടോ? പിന്നെ അവന്മാർ കൊട്ടേഷൻ ടീമാണല്ലോ, നുണയല്ലേ പറയൂ എന്നാണ് ആദ്യം ലാൽ പറഞ്ഞത്. പിന്നീട് ലാൽ പറഞ്ഞത് വാനൊക്കെ കൊണ്ട് ഇടിപ്പിച്ചു എന്ന് പറയുമ്പോൾ അതിൽ ഒരു ഗൂഢാലോചനയില്ലേ എന്ന്. എല്ലാം ലാൽ തന്നെയാണ് പറഞ്ഞത്. പൾസർ സുനി ലഹരി ഉപയോഗിച്ചിരുന്നുവെന്ന് ലാൽ എങ്ങനെ കൃത്യമായി പറഞ്ഞു? അതോ ഡൗട്ടായി പറഞ്ഞതാണോ എന്നതിലും ക്ലാരിറ്റി ഇല്ല. ഭയങ്കര കൺഫ്യൂഷനാണ്. മാർട്ടിനെ പിടിച്ച് കൊടുത്തത് താനാണെന്നും ലാൽ പറയുന്നുണ്ട്. മാത്രമല്ല ലാൽ ക്രിയേഷന്റെ വണ്ടിയായിരുന്നു. മാർട്ടിൻ അപ്പോൾ അവരുടെ സൈഡാണ്. മാത്രമല്ല ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിട്ട് മാർട്ടിൻ വീണ്ടും ഈസിയായി ലാലിന്റെ അടുത്ത് ചെല്ലുമോ? ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർ ഒഴിഞ്ഞ എവിടെയെങ്കിലും ഉപേക്ഷിച്ച് പോവുകയല്ലേ ചെയ്യുക, അല്ലാതെ പോയി അഭിനയിക്കാൻ നിൽക്കുമോ? പിടിച്ച ശേഷമാണ് മാർട്ടിൻ മഞ്ജുവിന്റെയും രമ്യയുടെയും ലാലിന്റെയും പേര് പറഞ്ഞത്. കോമൺ മാൻ എന്ന രീതിയിൽ ചിന്തിച്ചപ്പോൾ വന്ന തോന്നലാണ് ഇതെല്ലാം എന്നാണ് സായി കൃഷ്ണ പറഞ്ഞത്. അതേസമയം വിധി വന്നതിന് പിന്നാലെ കേസിൽ 2ാം പ്രതിയായ മാർട്ടിന്റെ പുതിയ വെളിപ്പെടുത്തലുകളും ചർച്ചയായിരുന്നു. വിധി വന്നതിന് പിന്നാലെ കേസിലെ 2ാം പ്രതിയായ മാർട്ടിന്റെ പുതിയ വെളിപ്പെടുത്തലുകളാണ് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയത്. അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമനയാണ് സോഷ്യൽ മീഡിയയിലൂടെ മാർട്ടിന്റെ വീഡിയോ പുറത്തുവിട്ടത്. കേസിന് ആസ്പദമായ സംഭവമേ നടന്നിട്ടില്ലെന്നും ദിലീപിനെതിരെയാണ് ഗൂഢാലോചന നടന്നതെന്നും അടക്കമുള്ള വിചിത്രമായ കാര്യങ്ങളാണ് മാർട്ടിൻ പറഞ്ഞത്. വീഡിയോയിൽ മാർട്ടിൻ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. എന്റെ പേര് മാർട്ടിൻ എന്നാണ്. നടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ 2ാം പ്രതിയായി 5 കൊല്ലത്തോളം റിമാൻഡിലായിരുന്നു. അതിനുശേഷം സുപ്രീം കോടതി ജാമ്യത്തിലാണ് ഇറങ്ങിയത്. ഈ കേസിൽ ഞാൻ കണ്ടതും കേട്ടതുമായ യഥാർത്ഥ സത്യങ്ങൾ പുറത്തു പറയാതിരിക്കാൻ നടൻ ലാൽ പല രീതിയിൽ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ദിലീപിനെ ചതിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കെണിയാണ് ഈ കേസ്. സത്യസന്ധമായ ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയാനുണ്ട്. ഇതിന്റെ പേരിൽ എന്റെ ജീവന് പോലും ഭീഷണി നിലനിൽക്കുന്നുണ്ട്. യഥാർത്ഥ സത്യങ്ങൾ കോടതി മുൻപാകെ രഹസ്യമൊഴി കൊടുത്തിട്ടുണ്ട്. പുറത്തു കാണുന്നതല്ല യഥാർത്ഥ കഥകൾ. മാധ്യമങ്ങൾ ഉണ്ടാക്കിയ കഥകളാണ് പുറത്തു വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നടന്നത് ഇതൊന്നുമല്ല. നടിയെ ആക്രമിച്ചു എന്ന് പറയുന്നത് വെറുതെയാണ്. പൾസർ സുനിയും മഞ്ജു വാര്യരും രമ്യ നമ്പീഷനും നടൻ ലാലും കൂടി ദിലീപിനെ തകർക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തി ഉണ്ടാക്കിയ കള്ളക്കേസാണിത്. യഥാർത്ഥ സത്യം തനിക്കറിയാം. നടൻ ലാലിന്റെ വീട്ടിൽ നിന്ന് ലാലിന്റെ വണ്ടിയിലാണ് സംഭവ ദിവസം രാത്രി തന്നെ വിട്ടത്. തൃശൂരിൽ താൻ പോയി വരുന്നതിനിടയ്ക്ക് നടിയെ വണ്ടി തട്ടി ആക്രമിച്ചു എന്നത് പൾസർ സുനി നുണ പറയുന്നതാണ്. ലാലും മഞ്ജു വാര്യരും ചേർന്നുള്ള ഗൂഢാലോചനയുടെ അനന്തരഫലമാണ് ഈ കേസ്. ദിലീപിന് ആദ്യം കുരുക്കിട്ടത് മഞ്ജു വാര്യർ. ദിലീപിനെ മുന്നിലിരുത്തി പൊളിച്ചടുക്കി എന്റെ ഫോൺ ഉപയോഗിച്ചിരുന്നത് പൾസർ സുനിയാണ്. അത് ലാലിന്റെ വീട്ടിൽ വെച്ച് ലാൽ എന്റെ കുത്തിരി പിടിച്ചു വാങ്ങിച്ചു. 5 വെള്ള പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങിച്ചു. നീ എന്റെ കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ വാങ്ങിച്ചതിനുള്ള തെളിവാണ് എന്ന് പറഞ്ഞു. കണ്ടതും കേട്ടതുമായ സത്യങ്ങൾ പുറത്തു പറയരുത് എന്ന് ആവശ്യപ്പെട്ട് ലാലു, പ്രൊഡ്യൂസർ ആൻഡ്രൂ ജോസഫും ലാലിന്റെ മകൻ ജിൻ പോളും
എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപ് ഇവരെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. എന്നെ ശരിക്കും ഉപദ്രവിച്ചു. അത് കഴിഞ്ഞതാണ് യതീഷ് ചന്ദ്ര IPS എന്നെ കൈമാറുന്നത്. DGP ലോക്നാഥ് ബെഹ്റയെ ലാൽ വിളിച്ചിട്ട് പറഞ്ഞു, ഡ്രൈവർ പയ്യൻ ഇവിടെയുണ്ട്, അവന്റെ കാര്യങ്ങൾ ബാക്കി എന്താണെന്ന് വെച്ചാൽ സാർ ചെയ്തോളൂ എന്ന് ലാൽ പറഞ്ഞു. അതിനുശേഷം എന്നെ കൊണ്ട് പോയി കുറെ ഉപദ്രവിച്ചു. കണ്ടതും കേട്ടതും പുറത്തു പറയരുത് എന്ന് പറഞ്ഞു. പിന്നീട് പോലീസ് കൊണ്ടുപോയി റിമാൻഡ് ചെയ്തു. നാളെ എന്റെ ജീവൻ എന്തെങ്കിലും അപായം സംഭവിച്ചാൽ അതിന് പൂർണ്ണ ഉത്തരവാദി നടൻ ലാലു, നടി മഞ്ജു വാര്യരും രമ്യ നമ്പീഷനും ശ്രീകുമാർ മേനോനുമാണ്. പല രീതിയിലുള്ള ഭീഷണികൾ എനിക്ക് നിലനിൽക്കുന്നുണ്ട്. ഒരു പെറ്റി കേസ് പോലും ഇന്നേ വരെ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ആദ്യമായാണ് ഞാൻ അറിയാത്ത ഒരു കേസിൽ തന്നെ എന്നെ ചതിച്ച് 5 വർഷത്തോളം ജയിലിൽ കിടന്ന് അനുഭവിപ്പിച്ചത്. അതേസമയം തന്നെ സായി കൃഷ്ണ ഈ ഒരു സംഭവത്തിൽ സംസാരിച്ചിരുന്നു. നീണ്ട 8 വർഷങ്ങൾക്ക് ശേഷം നടി ആക്രമിച്ച കേസിൽ വിധി വന്നിരിക്കുന്നു. ഇനി ഇതിന് അപ്പീൽ പോകാൻ പറ്റും. കാരണം പ്രോസിക്യൂഷന് സമീപിക്കാനായി ഹൈക്കോർട്ടും സുപ്രീം കോർട്ടും എല്ലാം ഉണ്ട്. ദിലീപിന് ഇപ്പോൾ ലഭിച്ചതൊരു ഇടക്കാല ആശ്വാസമാണ്. ഗൂഢാലോചന തെളിയിക്കാൻ കഴിയാതെ വന്നതുകൊണ്ട് ദിലീപിനെ വെറുതെ വിട്ടു. ഗൂഢാലോചന തെളിയിക്കുക എന്നത് വളരെ പ്രയാസമേറിയ ഒന്നാണ്. മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട് പുതിയൊരു ആഖ്യാനം കൂടി ആരംഭിച്ചിട്ടുണ്ട്. ദിലീപിനെതിരെ എന്ന് മാധ്യമങ്ങളിൽ അടക്കം നിറയുമ്പോഴും അതിനുള്ളിൽ കൂടി മറ്റൊരു ആഖ്യാനം കടത്തുന്നില്ലേ എന്ന സംശയം എനിക്ക് തോന്നി. ദിലീപ് കുറ്റമുക്തനായി കോടതിയിൽ നിന്നും പുറത്തിറങ്ങിയ ഉടൻ വേറൊരു ലൈൻ സ്റ്റാർട്ട് ചെയ്തു. ഈ ഒരു ടൈം ലൈനിൽ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് കണ്ടറിയണം. എന്റെ തോന്നലുകളാണ് ഞാൻ പറയുന്നത്. ഇന്ന് വന്ന വിധിയോട് യോജിക്കുന്നില്ലെന്ന് പാർവതി തിരുവോത്ത് അടക്കം പലരും പോസ്റ്റിട്ട് കണ്ടു. ആദ്യത്തെ 6 പ്രതികളെയും കോടതി ശിക്ഷിച്ചു. 8ാം പ്രതിയായ ദിലീപിനെ വെറുതെ വിട്ടു എന്നതുകൊണ്ട് ഈ കേസിന്റെ വിധി പ്രസ്താവന നല്ല മെറിറ്റിൽ അല്ലെന്ന് പറയാൻ പറ്റുമോ? ആദ്യത്തെ 6 പ്രതികൾ എന്തിനു വേണ്ടി ഈ കുറ്റകൃത്യം ചെയ്തു എന്നതിന്റെ ക്ലാരിറ്റി വിധി പ്രസ്താവന പുറത്തു വന്നാലേ കിട്ടൂ. ദിലീപിന്റെ പേരിലുള്ള ഗൂഢാലോചന തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ പൾസർ സുനിയുടെ പ്രേരണ ഘടകം എന്തായിരുന്നുവെന്ന് കണ്ടെത്തേണ്ടേ? അതുകൊണ്ട് തന്നെ ഈ വിധി കൊണ്ടുള്ള മെറിറ്റ് എന്താണെന്നുള്ളത് സംശയം വരും. അതുപോലെ ഇരയ്ക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് മിനി പോലും വിഡ്ഢിത്തം പറഞ്ഞത് ഞാൻ കേട്ടു. ആ സ്ത്രീയെ ദിലീപ് റേപ്പ് ചെയ്താൽ പോലും ഇത്രയും പ്രശ്നം അവർക്കുണ്ടാവില്ല. ഇതിപ്പോൾ യാതൊരു ബന്ധവുമില്ലാത്ത ഒരാൾ എന്നാണ് ആ അഡ്വക്കേറ്റ് പറഞ്ഞത്. ഇവർ എന്തിന് ഇങ്ങനെ പറഞ്ഞുവെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ദിലീപിനെ പോലെ നടി ആക്രമിച്ച കേസിലെ 4ാം പ്രതിയുടെ വക്കീൽ പോലും മഞ്ജു വാര്യർ ഗൂഢാലോചനയുണ്ടെന്ന് പറഞ്ഞ വിഷയത്തെ ആസ്പദമാക്കിയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേസിൽ പുതിയൊരു ആഖ്യാനം ആരംഭിച്ചിട്ടുണ്ടെന്ന്. ഈ കേസിലെ 2ാം പ്രതിയായ മാർട്ടിൻ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ദിലീപിനെ ചതിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കെണിയാണ് ഈ കേസ്. നടൻ ലാൽ പലതവണ ഭീഷണിപ്പെടുത്തി. സത്യസന്ധമായ കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ എന്റെ ജീവന് വരെ ഭീഷണിയുണ്ട്. യഥാർത്ഥ സത്യങ്ങൾ കോടതിയിൽ രഹസ്യമൊഴിയായി പറഞ്ഞിട്ടുണ്ട്. മാധ്യമങ്ങൾ ഉണ്ടാക്കിയ കാര്യങ്ങളാണ് പുറത്തു വന്നത്. മഞ്ജുവും രമ്യ നമ്പീഷനും ലാലിലും ദിലീപിനെ തകർക്കാൻ വേണ്ടി നടത്തിയ ഗൂഢാലോചനയാണ് ഈ കേസെന്നാണ് മാർട്ടിൻ ഒരിക്കൽ പറഞ്ഞത്. ദിലീപ് കുറ്റവിമുക്തനായപ്പോൾ പറഞ്ഞു തുടങ്ങിയ അതേ നറേറ്റീവ് തന്നെയാണ് മാർട്ടിൻ പറഞ്ഞതും. മലയാളികൾ ഇനി വരും ദിവസങ്ങളിൽ കേൾക്കാൻ പോകുന്ന പേരുകൾ മഞ്ജു വാര്യർ, രമ്യ നമ്പീഷൻ, ലാൽ തുടങ്ങിയവർ ദിലീപിനെതിരെ നടത്തിയ ഗൂഢാലോചന എന്നാകും. ഇതൊക്കെ എനിക്കുള്ള സംശയങ്ങളാണ്. ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗൂഢാലോചന നടന്നുവോ എന്നതാണ്. പൾസർ സുനിയും ദിലീപും തമ്മിലുള്ള ലിങ്ക് ഒന്നും തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല. വെറുതെ വാദത്തിന്റെ സമയത്ത് എന്തൊക്കെയോ പറഞ്ഞുവെന്ന് മാത്രം. ദിലീപ് പണം കൊടുത്തുവോ എന്നതിന് പോലും തെളിവില്ല. ദിലീപ് കുറ്റക്കാരനാണെന്ന് വിചാരിക്കുന്നവരും അല്ലെന്ന് വിചാരിക്കുന്നവരുമുണ്ട്. അവരിൽ കുറച്ചു പേർക്ക് മാത്രമേ ഈ വിധി കൊണ്ട് മാറ്റം വരൂ. പ്രോസിക്യൂഷന് തെളിവ് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ കേസ് പൊട്ടിപ്പൊളിഞ്ഞത്. മഞ്ജു വാര്യർ, രമ്യ നമ്പീഷൻ, ലാൽ എന്ന പുതിയ ആഖ്യാനത്തിന്റെ തുടക്കമാണ് ദിലീപ് എന്ന് കുറ്റമുക്തനായപ്പോൾ നമ്മൾ കണ്ടത്. ഇനി ഇത് ഒരുപാട് ഡീപ്പായി പോകും. നമുക്ക് കാത്തിരുന്ന് കാണാം എന്ന് പറഞ്ഞാണ് സായി കൃഷ്ണ വീഡിയോ അവസാനിപ്പിക്കുന്നത്.